ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ശ്രദ്ധ ബലൂചിസ്ഥാനിലേക്കാണ്. ബലൂചിസ്ഥാൻ അവർ സ്വതന്ത്ര രാജ്യമായി എന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ ദേശീയ പതാക അനാച്ഛാദനം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഒരു ഉയരുന്ന പ്രധാന ചോദ്യം, ഇന്ത്യ ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ആ ചോദ്യം ഉയരുമ്പോൾ എന്താണ് നയതന്ത്ര വിദഗ്ധർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നോക്കാം. 1971 ബംഗ്ലാദേശിനെ അംഗീകരിച്ചതുപോലെ ബലൂചിസ്ഥാനെ അംഗീകരിക്കുക അത്ര എളുപ്പമല്ല എന്നാണ് പലരും പറയുന്നത്. അതിന് അനവധി കാരണങ്ങളുണ്ട്. 1933 കൺവെൻഷൻ അനുസരിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രം ആകണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് സ്ഥിരമായ ഒരു ജനസംഖ്യ ഉണ്ടാകണം. അതായത് എപ്പോഴും വന്നു പോകുന്ന അഭയാർത്ഥികളായി വരികയോ അവിടെ നിന്ന് പോവുകയോ ചെയ്യുന്ന ഒരു ജനസംഖ്യ പാടില്ല. അവിടെ സ്ഥിരമായി നിൽക്കുന്ന ഒരു ജനസംഖ്യ ഉണ്ടാകണം. 2, ആ പ്രദേശത്തിന്റെ അതിർത്തി സ്ഥിരമായിരിക്കണം. അതിൻ്റെ ബോർഡറുകൾ, അതായത് ഈ പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളായാലും അതിർത്തി കൃത്യവും വ്യക്തവുമായിരിക്കണം. 3, ആ പ്രദേശത്തിന് ഒരു സർക്കാർ ഉണ്ടാകണം. 4, ആ സർക്കാർ പ്രതിനിധികൾക്ക് മറ്റു ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ കഴിവുണ്ടാകണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുതിയ രാജ്യത്തെ അംഗീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 1991 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിലാൻഡിനെ ഇതുവരെ മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ചൈന, അമേരിക്ക, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ ബലൂചിസ്ഥാനെ അംഗീകരിക്കാമെങ്കിൽ ഇന്ത്യക്ക് വലിയ തടസ്സമുണ്ടാകില്ല. പക്ഷേ ഇവിടെ ചൈന ഒരിക്കലും ബലൂചിസ്ഥാനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ചൈനയുടെ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ്. ബലൂചിസ്ഥാനിയുടെ മുഖ്യ ശത്രു പാകിസ്ഥാൻ മാത്രമല്ല ചൈനയുമാണ്. 2ാമത്തെ രാജ്യം US ആണ്. പക്ഷേ US-ഉം UK-യും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പിന്തുണ കിട്ടാനോ അവരെ ബലൂചിസ്ഥാനെ അംഗീകരിക്കാനോ സാധ്യതയില്ല. പിന്നെയുള്ള രാജ്യം റഷ്യയാണ്. പക്ഷേ റഷ്യക്കും ഇന്ത്യക്കും പൊതുവായ ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ അടുത്ത സുഹൃത്തുക്കളാണ് അഫ്ഗാനിസ്ഥാനും ഇറാനും. ഇറാനെ സംബന്ധിച്ചായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചായാലും അവിടെയുള്ള ജനസംഖ്യയിൽ ഗണ്യമായൊരു വിഭാഗം ബലൂജികളാണ്. ബലൂജികൾ ഇറാനിലും സ്വതന്ത്ര രാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ട്. ആ ബലൂജികളെ അടിച്ചൊതുക്കിയാണ് ഇറാൻ മുൻപോട്ട് പോകുന്നത്. ഇവിടെ ബലൂചിസ്ഥാനെ ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ ഇറാനും അഫ്ഗാനുമായിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ തെറ്റും. പ്രത്യേകിച്ച് ഇറാനിൽ നാം വലിയ മുതൽമുടക്ക് നടത്തുകയും ചബാർ തുറമുഖം അടക്കം നമ്മൾ അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ അനവധി കരാറുകൾ ഉൾപ്പെടെ റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇന്ത്യ ധൃതി പിടിച്ച് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകില്ല. അതുമാത്രവുമല്ല, റഷ്യയുടെ അടുത്ത സുഹൃത്താണ് ഇറാൻ. ഇറാനെ പിണക്കി മുൻപോട്ട് പോകാൻ റഷ്യയ്ക്കും ആകില്ല. അതായത് ഇന്ത്യ ബലൂചിസ്ഥാനെ അംഗീകരിക്കുകയാണെങ്കിൽ അഫ്ഗാനും ഇറാനും ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലുള്ള ആ 2 രാജ്യങ്ങളെ പിണക്കേണ്ടതായി വരും. കാരണം അവരുടെ പ്രശ്നം പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നതല്ല. പകരം ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ബലൂജികളുണ്ട്. അവർ അവിടെ സ്വതന്ത്ര പ്രദേശം വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് അവരുടെ തലവേദന. ബലൂചിസ്ഥാൻ ഇവിടെ ഇന്ത്യ അംഗീകരിക്കപ്പെട്ടാൽ അവിടെയും ആ ആവശ്യം ഉയർത്തി അവർ മുൻപോട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്താനുള്ള സാധ്യതകളും കുറവാണ്. പിന്നെയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ ഇന്ത്യക്ക് അവിടെ ഒരു നയതന്ത്ര പ്രതിനിധിയെ അയക്കാൻ കഴിയും. അങ്ങനെ പല രാജ്യങ്ങളും അവിടെ നയതന്ത്ര പ്രതിനിധിയെ അയക്കുകയും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ പിന്നീട് അത് പക്ഷേ രാജ്യമായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടേക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ നൽകുന്നത് മാനസിക പിന്തുണയാണ്. അത് തുടരുക തന്നെ ചെയ്യും. കാരണം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഇടപെടുന്നതിനെ നഖശികാന്തം എതിർക്കുന്ന ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ എങ്ങനെ കഴിയുമെന്നൊരു ചോദ്യം നിലവിൽ ഉയരുകയും ചെയ്യും. ഇതാണ് ബലൂചിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു ബന്ധം. അതായത് നമ്മളുടെ മനസ്സിലുണ്ട്, പക്ഷേ പ്രാവർത്തികമാക്കാൻ അനവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വികസിത രാജ്യത്തിന്റെ കുതിപ്പിലേക്കാണ് ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ. ഇവിടെ കാലിടറാതെ നോക്കേണ്ടത് ഒരു ഭരണാധികാരിയുടെ കടമ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.